മേരിക്കുണ്ട് ഒരു കുഞ്ഞാട് സിനിമയിൽ ഒരു രംഗമുണ്ട്. ബിജു മേനോന്റെ ജോസേട്ടനെ കാണിച്ച് പേടിപ്പിച്ച് നാട്ടുകാർക്ക് മുന്നിൽ ഞെളിഞ്ഞു നടക്കുന്ന ദിലീപിന്റെ സോളമൻ എന്ന കഥാപാത്രം. ശരിക്കും ഈ സോളമൻ ഒരു പേടിത്തൊണ്ടനും മണ്ടനും ഒക്കെയാണ്. കുഞ്ഞാടെന്നൊരു വട്ടപ്പേരും ഇയാൾക്ക് നാട്ടുകാർക്കിടയിലുണ്ട്. പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട്ടുകാരുടെ തല്ലിൽ നിന്ന് രക്ഷപ്പെടാനും നാട്ടുകാർക്ക് മുന്നിൽ ഒന്ന് പൊങ്ങച്ചം കാണിക്കാനുമാണ് സോളമൻ ജോസിനെ ഉപയോഗിക്കുന്നത്. ദിലീപിന്റെ ആ കുഞ്ഞാട് സ്വഭാവം കാണിച്ച് ലോകത്തിന് മുന്നിൽ ഞെളിഞ്ഞു നടക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സ്വന്തം രാജ്യത്ത് തീവ്രവാദികൾക്ക് സംരക്ഷണം നൽകുന്നതിൻ്റെ പേരിൽ തീവ്രവാദ രാഷ്ട്രമെന്നൊരു ചീത്തപ്പേരും ഈ പാകിസ്ഥാനുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ എടുത്തിട്ട് പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പാകിസ്ഥാൻ ഒരു ജോസേട്ടനെ കിട്ടിയിട്ടുണ്ട്. അതാണ് അമേരിക്ക. എന്നാലും ഈ അമേരിക്ക ചുമ്മാതങ്ങ് സഹായിക്കുമോ? ഇവിടെയാണ് പാകിസ്ഥാൻ റാംജി റാവു സ്പീക്കിങ്ങിലുള്ള ബാലകൃഷ്ണൻ്റെ അടവെടുക്കുന്നത്. താമസിക്കാൻ ഒരു മുറി കിട്ടാൻ വേണ്ടി മാന്നാർ മത്തായിയെ ഈ ബാലകൃഷ്ണൻ വല്ലാണ്ടങ്ങ് പുകഴ്ത്തുന്നു. മത്തായി ചേട്ടൻ വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെ. ആ സോപ്പിൽ വീണ മത്തായി ബാലകൃഷ്ണന് റൂമും കൊടുക്കുന്നു. അവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയ ഗോപാലകൃഷ്ണനിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ പാകിസ്ഥാനും അമേരിക്കയെ നല്ല രീതിയിൽ പുകഴ്ത്തുന്നു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എക്സാക്ട്ലി സെയിം ഡയലോഗ് തന്നെ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ നല്ല മനുഷ്യനാണെന്നൊക്കെയുള്ള രീതിയിൽ ക്ലോസ് ഇനഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പക്കാ ക്ലോസ് ഇനഫ്. ട്രംപ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ആണവ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വേറെ തലത്തിലേക്ക് മാറുമായിരുന്നുവെന്നും അത് കാണാൻ എത്ര പേര് ബാക്കിയുണ്ടാകുമെന്ന് പോലും അറിയാത്ത വിധമാകുമായിരുന്നുവെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. വെടിനിർത്തലിനായി ട്രംപ് നിരന്തരം പ്രയത്നിച്ചു. ഇത് കാരണമാണ് ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തതെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിക്കിടെയായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ഈ സോപ്പിടി. I would say that Pakistan had nominated President Donald Trump for Nobel Peace Prize for his outstanding, extraordinary contributions to first stop war between India and Pakistan and then achieve ceasefire along with his very wonderful team. സുഖിച്ചു. മത്തായിച്ചന് നല്ലതുപോലെ അങ്ങ് സുഖിച്ചു. അമേരിക്കയ്ക്ക് ഇതങ്ങ് ഇഷ്ടമായി എന്ന് തന്നെ പറയാം. പ്രത്യുപകാരമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റുമുട്ടൽ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. താനിപ്പോൾ മറ്റൊരു വലിയ ദൗത്യത്തിലാണെന്നും തിരിച്ചെത്തിയാൽ ഉടൻ ഈ വിഷയത്തിലൊരു പരിഹാരം കാണുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതായത് ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ സോപ്പിടിയിൽ ഫലം കണ്ടു. അമേരിക്ക പാകിസ്ഥാനോടൊപ്പം നിന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒരുമയോടെ മുന്നോട്ട് പോകുന്നുവെന്നാണ് കരുതുന്നതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഉച്ചകോടിക്കിടെ പറഞ്ഞു. ഒപ്പം ഇന്ത്യ തൻ്റെ വളരെ അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. We appreciate it and we're behind you 100%. That's hungry. India is a great country with a very good friend of mine at the top, and he's just done a fantastic job. And I think that Pakistan and India are going to live very nicely together, right? That's not a very... They are. And they're two great, I'd say, leaders, great leaders as far as I'm concerned. ഹോ, ഇയാൾ ആരുവാ? അത് പോട്ടെ. പുള്ളിക്കാരൻ പിന്നെ ഈ ക്രെഡിറ്റ് എടുക്കുന്നത് നൊബേൽ പുരസ്കാരം സ്വപ്നം കണ്ടാണെന്നെങ്കിലും പറയാം. ചരിത്രം പരിശോധിച്ചാൽ പണ്ടും പാകിസ്ഥാൻ അമേരിക്ക എന്ന ജോസേട്ടൻ്റെ മസിലിൻ്റെ ബലം കണ്ട് ഇന്ത്യയെ ചൊറിയാൻ വേണ്ടി നിന്നിട്ടുണ്ട്. 1975 യുദ്ധസമയത്ത് അന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തിയിരുന്നു. എന്നാൽ അന്ന് ഇന്ത്യയുടെ കൈയുടെ ചൂട് പാകിസ്ഥാനും നിലപാടിൻ്റെ വീറ് അമേരിക്കയും അറിഞ്ഞു. നിലവിലെ സാഹചര്യം നോക്കിയാൽ 50ലധികം അന്താരാഷ്ട്ര വേദികളിലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നത്. എന്നാൽ അന്നൊക്കെ ഇന്ത്യ ഇതിന് ചുട്ട മറുപടി നൽകിയിട്ടുമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമെല്ലാം ട്രംപിൻ്റെ വാദങ്ങളെ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധികൾ തള്ളിക്കളഞ്ഞു. ഇതിപ്പോൾ ആദ്യമായാണ് ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിൽ പാകിസ്ഥാനും അമേരിക്കയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഒന്നിച്ചു വന്ന് സംസാരിക്കുന്നത്. ഇത് ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളി തന്നെയാണ്.
ഇന്നലെ ആ വേദിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ഗൂഢനീക്കത്തിന് ചുട്ട മറുപടി നൽകാനുള്ളതായിരുന്നു. എന്നാൽ അദ്ദേഹം അതേക്കുറിച്ചൊന്നും തന്നെ സംസാരിച്ചില്ല. അത് പിന്നെ അന്താരാഷ്ട്ര മര്യാദകളും നയതന്ത്ര ബന്ധങ്ങളും പരിഗണിച്ചാണെന്നെങ്കിലും പറയാം. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വിഷയത്തെ ഗൗരവതരമായി കാണുന്നില്ല? എന്തുകൊണ്ടാണ് വിഷയത്തിൽ പാകിസ്ഥാനും അമേരിക്കയ്ക്കും നല്ലൊരു മറുപടി നൽകാത്തത്? അവർ അത് അർഹിക്കുന്നുണ്ട്. ഇന്ത്യൻ ജനതയും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്.